Hi friends, Kerala State Eligibility Test 2022 ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞു കാണും. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം കേരള സ്റ്റേറ്റ് കൊമേഴ്സിൻ്റെ സിലബസ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക, അതോടൊപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ കൊമേഴ്സിൻ്റെ സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. ഈ ഓരോ യൂണിറ്റുകളിലും 5 ചാപ്റ്റേഴ്സ് വീതം പഠിക്കാനുണ്ട്. എക്സാമിന് നമുക്ക് 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൊമേഴ്സിൻ്റെ ഏരിയയിൽ നിന്ന്, നമ്മുടെ മെയിൻ പേപ്പറിൽ നിന്ന് വരിക. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതമാണ്. അങ്ങനെ 120 ക്വസ്റ്റ്യന് ഓരോ മാർക്ക് വീതം. നമ്മുടെ ടൈം എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ്. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് വീതം നമ്മൾക്ക് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഈ സിലബസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 6 യൂണിറ്റുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ്. മാനേജ്മെൻറ്റ് വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 1 ഇസ് അബൌട്ട് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ്. മൊഡ്യൂൾ 2 മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്, പ്ലാനിങ്, ഓർഗനൈസേഷൻ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കുവാനുണ്ട്. മൊഡ്യൂൾ 3 ഈസ് അബൌട്ട് ഓർഗനൈസേഷണൽ ബിഹേവിയർ. മൊഡ്യൂൾ 4 ആൻഡ് മൊഡ്യൂൾ 5 ഈസ് അബൌട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആൻഡ് പ്ലാനിങ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 4ലും 5ലും ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റ് പോളിസി ആൻഡ് MIS, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. സോ ഇതിൽ നിങ്ങൾക്ക് മൈക്രോ മാക്രോ എൻവയോൺമെൻറ്റ്, ബിസിനസ്സിൻ്റെ മൈക്രോ മാക്രോ എൻവയോൺമെൻറ്റ് എന്താണെന്നുള്ളത്, ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്കോണമിയുടെ സ്ട്രക്ചർ പഠിക്കണം. ഇൻ്റർനാഷണൽ ബിസിനസ്, ദ വേസ്, എങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് നമുക്ക് കയറാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയും അതുപോലെ തന്നെ MIS-ഉമാണ് നമുക്ക് മെയിൻലി സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് പഠിക്കാനുള്ളത്. തേർഡ് യൂണിറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു യൂണിറ്റ് ആണ്. അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് 2 മൊഡ്യൂൾ പഠിക്കാനുണ്ട്. ഓക്കെ, സോ യൂണിറ്റ് 3യിൽ ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, കൺവെൻഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ അക്കൗണ്ടിങ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആൻഡ് അക്കൗണ്ടിങ് ഓഫ് നോൺ ട്രേഡിംഗ് ഫേംസിൻ്റെ അക്കൗണ്ടിങ്ങുകൾ, കമ്പനി അക്കൗണ്ടുകൾ, കമ്പനി അമാൽഗമേഷൻസ്, മേജേഴ്സ്, റീകൺസ്ട്രക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ദെൻ മൊഡ്യൂൾ 5ൽ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ, ഓരോ ഇൻവെൻറ്ററി വാല്യൂ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളും പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 4ലേക്ക് വരികയാണെങ്കിൽ QT ആൻഡ് റിസർച്ച് ആണ് നമുക്കിവിടെ മെയിനായിട്ട് പഠിക്കാനുള്ളത്. സോ ബിസിനസ് റിസർച്ച്, എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സോഴ്സസ്, എങ്ങനെ അതിനെ അനലൈസ് ചെയ്യുന്നു, അതിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, എങ്ങനെ നമുക്ക് ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്. ദെൻ ബേസിക് കോൺസെപ്റ്റ്സ്, ORൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. OR മീൻസ് ഓപ്പറേഷണൽ റിസർച്ച്, അതിൻ്റെ യൂസസ്, എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സിൽ ഡിസിഷൻസ് എടുക്കുന്നത്, എങ്ങനെയാണ് അത് യൂസ്ഫുൾ ആകുന്നത്. അതോടൊപ്പം ലീനിയർ പ്രോഗ്രാമിംഗ്, നെറ്റ്വർക്ക് അനാലിസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾക്ക് യൂണിറ്റ് 4ൽ പഠിക്കാനുണ്ട്. യൂണിറ്റ് 5 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഇവിടെ കൂടുതലും ഫോക്കസ്ഡ് ആയിട്ട് ഈ യൂണിറ്റിൽ ചോദിക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആണ്. ഓക്കെ, സോ മൊഡ്യൂൾ 1 ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ദെൻ മൊഡ്യൂൾ 2ൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസുകൾ, അതിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയയാണ്, പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. ദെൻ മൊഡ്യൂൾ 3 ഫിനാൻസിങ് ഡിസിഷൻ. മൊഡ്യൂൾ 4 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് പോളിസി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ് ഉണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കമ്പ്യൂട്ടേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ദെൻ മൊഡ്യൂൾ 5ലേക്ക് വരികയാണെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡീൽ ചെയ്യുക. ആൻഡ് ഫൈനൽ മൊഡ്യൂളിലേക്ക് പറയുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു അക്കൗണ്ടിങ്ങിൻ്റെ 2 മൊഡ്യൂൾസ്, അക്കൗണ്ടിങ് ഏരിയാസിൽ നിന്ന് 2 മൊഡ്യൂൾസുകളുണ്ട്. സോ യൂണിറ്റ് 6 എന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. സോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അക്കൗണ്ടിങ് ആണ്, 2 യൂണിറ്റ് ഉള്ളതുകൊണ്ട്. സോ മൊഡ്യൂൾ 1
കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. ആൻഡ് മൊഡ്യൂൾ 2 കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. മൊഡ്യൂൾ 3ൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ അവിടെ റേഷ്യോ അനാലിസിസ്, അതിൻ്റെ കാൽക്കുലേഷൻസ് ചോദിക്കാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതെല്ലാം അതിൽ തന്നെ വരും. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, ദെൻ മാർജിനൽ കോസ്റ്റിംഗ്. ഇതൊക്കെയാണ് മെയിൻലി ഈ ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് ആണ്. അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് ഏത് മൊഡ്യൂളിലാണ് വരിക എന്ന് ചോദിച്ചാൽ യൂണിറ്റ് 3 ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്. അക്കൗണ്ടിങ്ങിൻ്റെ ഏരിയയിൽ നിന്നുള്ള മൊഡ്യൂളാണിത്. സോ ഇതിൽ നമ്മൾ അക്കൗണ്ടിംഗ് കൺവെൻഷൻസ്, അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സിൽ വരികയാണത്. സോ അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് ആണ് പഠിക്കുക. സോ ആദ്യം നമുക്ക് ഈ ഏരിയയിൽ നിന്ന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. സോ 2021 ജൂലൈയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: കണ്ടിജന്റ് ലയബിലിറ്റി ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ബേസ്ഡ് ഓൺ കൺവെൻഷൻ ഓഫ്. ഓക്കെ, സോ എന്തിൻ്റെ ബേസിസിലാണ് കണ്ടിജന്റ് ലയബിലിറ്റി ബാലൻസ് ഷീറ്റിൽ കാണിക്കണം എന്ന് പറയുന്നത്? കൺസിസ്റ്റൻസി, മെറ്റീരിയാലിറ്റി, ഫുൾ ഡിസ്ക്ലോഷർ, കൺസർവേറ്റിസം. ദെൻ 2019 ജൂലൈ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ: ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ ലോസസ് ഈസ് ബേസ്ഡ് ഓൺ. ഓക്കെ, എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട. പക്ഷെ എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവിഷനോ കാര്യങ്ങളോ ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ 2019 ഫെബ്രുവരിയിൽ മേക്കിംഗ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ കൺവെൻഷൻ ഓഫ്. ബാഡ് ഡെറ്റിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഏതൊരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്? ഓക്കെ, അവിടെയും കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം, ഡിസ്ക്ലോഷർ, മെറ്റീരിയാലിറ്റി, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. Then 2018 ജൂലൈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ: സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. സോ അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കുമ്പോൾ ദ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഓൾ പ്രോസ്പെക്റ്റീവ് പ്രോഫിറ്റ്സ് ബട്ട് ലീവ്സ് ഓൾ പ്രോസ്പെക്റ്റീവ് ലോസസ്. Second statement, the convention of disclosure implies that all material information should be disclosed in the accounts. So ഇതും ഓരോ കൺവെൻഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇത് ശരി ഏതാണ് തെറ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അഥവാ ഗ്യാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസുകൾ റെക്കോർഡ് ചെയ്യണം. ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സിൽ എങ്ങനെയാണ് അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മളൊരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗൈഡ് ലൈനാണ്, അല്ലെങ്കിൽ അതിനെ ഗൈഡ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ആൻഡ് വൈ, എന്തിനാണ് അങ്ങനെ ഒരു ഗൈഡിങ്, എന്തിനാണ് അങ്ങനെ കൃത്യമായിട്ട് രീതിയിൽ എവിടെ എന്തൊക്കെ റെക്കോർഡ് ചെയ്യണം, ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനൊക്കെ ഒരു ഗൈഡ് ലൈൻസ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് എല്ലാവരും ഒരേ ഗൈഡ് ലൈൻ ഫോളോ ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്തുണ്ടാകും? ഒരു യൂണിഫോമിറ്റി ഉണ്ടാകും, അല്ലേ? അപ്പം നമുക്ക് തന്നെയാണെങ്കിൽ ഒരു കമ്പാരിസൺ ഒക്കെ വളരെ എളുപ്പം എന്ന് പറയുന്നത് എന്താണ്? ഒരേപോലെ പോവുക എന്നുള്ളതാണ്, അല്ലേ? ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. ഇപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടി, അവരുടെ 2 പേരുടെയും മാർക്ക്, ഒരാളുടെ മാർക്കിംഗ് സിസ്റ്റം മേ ബി ഒരു ഗ്രേഡ് വൈസും മറ്റൊരാളുടെ മാർക്കിംഗ് സിസ്റ്റം മാർക്ക് വൈസുമാണ് എങ്കിൽ അത് നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമാണോ? വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? ഒരാൾക്ക് A ഗ്രേഡ്, മറ്റേയാൾക്ക് 85%. സോ അങ്ങനെ അതൊരു ഡിഫിക്കൽറ്റിയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു യൂണിഫോമിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ കമ്പാരിസൺ എന്ന് പറയുന്നത് എന്താണ്? വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നാണ്. സോ ഇവിടെ ഒരു യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ശരിക്കും എന്താണ്? ഒരു ഗൈഡ് ലൈൻ പോലെ ആക്ട് ചെയ്യുകയാണ്. ഏതൊരു ട്രാൻസാക്ഷൻ എവിടെ എന്തുകൊണ്ട് റെക്കോർഡ് ചെയ്യണം, എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളതിനൊരു ബേസ് കൊടുക്കുന്നത് ആരാണ്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, സോ ഗ്യാപ്പ് റെഫേഴ്സ് ടു ദ റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് അഡോപ്റ്റഡ് ഫോർ റെക്കോർഡിംഗ് ഓർ റിപ്പോർട്ടിംഗ് of business transactions in order to bring uniformity in the preparation and presentation of financial statements. Okay, now നമ്മൾ ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് എത്തുകയാണെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ 2 ക്ലാസിഫിക്കേഷനായിട്ടാണ് പറയുന്നത്. ഒന്ന് അക്കൗണ്ടിങ് കോൺസെപ്റ്റും രണ്ടാമത് അക്കൗണ്ടിങ് കൺവെൻഷൻസും. ഓക്കെ, സോ അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, റിയലൈസേഷൻ കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസെപ്റ്റുകളുണ്ട്. നേരെ മറിച്ച് അക്കൗണ്ടിങ് കൺവെൻഷനിൽ നമുക്ക് 4 കൺവെൻഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. കൺസർവേറ്റിസം, കൺസിസ്റ്റൻസി, ഫുൾ ഡിസ്ക്ലോഷർ, മെറ്റീരിയാലിറ്റി. ഓക്കെ, സോ 4 അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കൂ: കൺസർവേറ്റിസം, കൺസിസ്റ്റൻസി,
ഫുൾ ഡിസ്ക്ലോഷർ ആൻഡ് മെറ്റീരിയാലിറ്റി. ഓക്കെ, സോ ഓരോ അക്കൗണ്ടിങ് കൺവെൻഷൻ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് എന്താണ് അക്കൗണ്ടിങ് കൺവെൻഷൻ എന്നുള്ളത് നോക്കാം. സോ ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ ജനറലി അക്സെപ്റ്റഡ് പ്രാക്ടീസ്. സോ എല്ലാ അക്കൗണ്ടൻസും അവർ ഫോളോ ചെയ്തു വരുന്ന ഒരു പാറ്റേൺ, ഓക്കെ, ഒരു പ്രാക്ടീസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറയുന്നത്. സോ അവരുടെ എല്ലാം ഈ അക്കൗണ്ടൻസിൻ്റെ എല്ലാം ഒരു ജനറൽ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരെല്ലാം ഒത്തൊരുമിച്ച് തീരുമാനിച്ച ഒരു ഗൈഡ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് പ്രാക്ടീസ് ദാറ്റ് ആർ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആൻഡ് ഫോളോഡ് ബൈ അക്കൗണ്ടൻസ്. അക്കൗണ്ടൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന, യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുക, അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറയുക. ഓക്കെ, സോ ഫസ്റ്റ് അക്കൗണ്ടിങ് കൺവെൻഷൻ ഏതാണെന്ന് നോക്കിയേ, കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. സോ വാട്ട് ഈസ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്? ആ പേരിൽ നിന്ന് തന്നെ അറിയാം, കൺസിസ്റ്റൻസി അല്ലേ. അതിലൊരു എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു പോവുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേപോലെ പോവുക എന്നുള്ളതാണ്. സോ അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോഡ് ബൈ ദ എന്റർപ്രൈസസ് ആർ യൂണിഫോം ആൻഡ് ആർ കൺസിസ്റ്റൻറ്റ് ഓവർ ദ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു ഫേം എന്ത് അക്കൗണ്ടിങ് പോളിസി അല്ലെങ്കിൽ എന്ത് അക്കൗണ്ടിങ് മെത്തേഡാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ടും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, ഡിമിനിഷിങ് മെത്തേഡൊക്കെ ഉണ്ട്. സോ ഏത് മെത്തേഡാണോ നിങ്ങൾ ഫസ്റ്റ്ലി ഫോളോ ചെയ്യുന്നത് ആ മെത്തേഡ് തന്നെ വേണം അടുത്ത വർഷവും യൂസ് ചെയ്യാൻ. സോ അങ്ങനെ അത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണം. അല്ലാതെ ഒരു വർഷം നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്തു അടുത്ത വർഷം വേറെ രീതിയിൽ ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പറയുന്നത്. ഏത് മെത്തേഡാണോ അല്ലെങ്കിൽ ഏത് പോളിസിയാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. Once you adopt an accounting principle or method, continue to follow it consistently in future accounting periods so that the results reported from the period to periods are comparable. So compare ചെയ്യാൻ എളുപ്പവും എന്താണ്, നമ്മൾ ഒരേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് കമ്പാരിസണും ഈസി ആവുന്നത്, അല്ലെങ്കിൽ കമ്പാരിസണും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഒരേ രീതിയിലുള്ള മെത്തേഡ് തന്നെ ഫോളോ ചെയ്തു പോയാലേ സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ ദ മേജർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഡിമിനിഷിങ്ങോ അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡോ യൂസ് ചെയ്യാം. പക്ഷേ ഏത് മെത്തേഡാണോ നിങ്ങൾ യൂസ് ചെയ്ത് അത് തന്നെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ കൺവെൻഷനാണ് കൺസർവേറ്റിസം കൺവെൻഷൻ ഓർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മറ്റൊരു പേര് പ്രൂഡൻസ് എന്നുള്ളതാണ്. സോ ഏതെങ്കിലും കോൺസെപ്റ്റുകൾക്ക് മറ്റൊരു പേര്, ഒരു ഡിഫറെൻറ്റ് നെയിം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ടേം ഇതിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടേം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. കാര്യം ചിലപ്പം എക്സാമിന് കൺസർവേറ്റിസം എന്ന് തന്നെ നിങ്ങൾ പഠിച്ചു പോയാൽ മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പ്രൂഡൻസ് എന്ന് ചോദിക്കും. സോ നമുക്കതൊരു കൺഫ്യൂഷൻ ആകും. സോ രണ്ട് ടേംസ് ഉണ്ടെങ്കിൽ ആ രണ്ട് ടേംസും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സോ എന്താണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറയുന്നത്? കൺസർവേറ്റിസം കോൺസെപ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സേഫ്റ്റിക്കാണ്. ഒരു സേഫായിട്ട് എങ്ങനെ ബിസിനസ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാകാൻ സാധ്യത വളരെ കാര്യമായി കാണുന്നത്, അതായത് ഫ്യൂച്ചറിൽ ഒരു 99% നമുക്ക് ഇത്രത്തോളം ലാഭം കിട്ടാനൊരു സാധ്യതയുണ്ട്. അതൊരു സാധ്യതയാണ്, പക്ഷെ അത് 99% നമുക്ക് ഉറപ്പാണ്. പക്ഷെ നമ്മളത് എന്ത് ചെയ്യാൻ പാടില്ല, അത് നമുക്ക് എപ്പോൾ കയ്യിൽ കിട്ടുന്നോ അതുവരെ നമ്മളതിനെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ നമുക്ക് തോന്നുകയാണ് ഒരു ചെറിയ ലോസ് ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത വളരെ ചെറുതാണെങ്കിൽ 1% സാധ്യത ഉള്ളൂ എങ്കിൽ പോലും നമ്മളൊരു ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതിനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് ഏത് കോൺസെപ്റ്റ് പറയുന്നത്, കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറയുന്നത്. So it provides a cadence for recording transaction in the books of accounts and is based on the policy of playing safe. Safety can importance കൊടുക്കുക. Profit should not be recorded until realized, but all losses, even those which may have a remote possibility, chance എന്ന് പറയുന്നത് വളരെ കുറവാണ്, that are to be recorded or provided in the books of accounts. So ഒരു പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പക്ഷേ എപ്പോഴത് റിയലൈസ് ചെയ്യുന്നു അതുവരെ നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു ലോസ് ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ റിമോട്ട് ആണെങ്കിൽ പോലും നമ്മളതിനെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറയുന്നത്. സോ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്നൊക്കെ പറഞ്ഞ്. എന്താണ് ഈ ബാഡ് ഡെറ്റും ഡൗട്ട്ഫുൾ ഡെറ്റും ഒക്കെ? ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം എന്നുള്ളതാണ്. അതായത് നമ്മൾ കടമായിട്ട് കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഒരു സാധനം കടമായിട്ട് വിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാവും, ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ അവിടെ ഡെറ്റേഴ്സ് ഉണ്ടാവുന്നു അല്ലേ. സോ ഡെറ്റേഴ്സ് പൈസ തരില്ല, ഒരു രീതിയിലും തരില്ല, നമുക്കത് ഉറപ്പാണ്, കിട്ടാൻ ഒട്ടും സാധ്യതയില്ല. സോ അത് ബാഡ് ഡെറ്റാണ്. സോ അങ്ങനെയുള്ള ബാഡ് ഡെറ്റുകൾ അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ള കിട്ടുമോ കിട്ടില്ലയോ എന്ന് ഉറപ്പില്ലാത്ത ഡൗട്ട്ഫുൾ ഡെറ്റുകൾ, സോ ഇങ്ങനെയുള്ള
ഡെറ്റൊക്കെ ഭാവിയിലത്തേക്ക് അത് എന്തായി പോകാം, ഒരു ലോസ് ആയി പോകാം. സോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ മാറ്റി വെക്കണം. സോ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, ബാഡ് ഡെറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ദെൻ വാല്യൂയിങ് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഇസ് ലോവർ. സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും കുറഞ്ഞ റേറ്റ്, മാർക്കറ്റ് വാല്യൂവും അതിൻ്റെ കോസ്റ്റും കൺസിഡർ ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു റിസ്ക് ഉണ്ടാകുന്നില്ല, ഒരു ലോസ് നമ്മൾ ഉണ്ടാകാതെ അതിനെ നമ്മളൊന്ന് സേഫായിട്ട് പ്ലേ ചെയ്യുന്നു അല്ലേ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏതൊരു ആക്ട് അല്ലെങ്കിൽ ഏതൊരു കൺവെൻഷനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ എ കൺസർവേറ്റിസം കൺസെപ്റ്റ്. ഓക്കെ, സോ എപ്പോഴും വരുന്ന ഒരു എക്സാമ്പിളാണ് ഈ പറയുന്ന പ്രൊവിഷൻസുകൾ, ഡൗട്ട്ഫുൾ ഡെറ്റോ ബാഡ് ഡെറ്റോ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ്. എന്തുകൊണ്ടാണ്, ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു ലോസ് ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്, ആ സാധ്യതയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സോ സച്ച് പ്രൊവിഷൻസ്, അങ്ങനെയുള്ള പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണ്, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് കൺസർവേറ്റിസം കോൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റ് മെറ്റീരിയലിറ്റി കോൺസെപ്റ്റ് ആണ്. സോ മെറ്റീരിയലിറ്റി കോൺസെപ്റ്റ് പറയുന്ന ഇതാണ്, എപ്പോഴാണ് നമ്മളൊരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷനെ മെറ്റീരിയൽ ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ മെറ്റീരിയൽ ആണോ ഇമ്മെറ്റീരിയൽ ആണോ. സോ ഒരു ട്രാൻസാക്ഷൻ മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിനെ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് പറയുന്നത്. See, it states that the accounting should focus on material facts. The materiality of a fact depends on its nature and the amount involved. So എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബിസിനസ്സിൽ നടന്ന ഒരു ആക്ടിവിറ്റി മെറ്റീരിയൽ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുക, അതിൽ എത്രത്തോളം എമൗണ്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷന് എത്രത്തോളം എമൗണ്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്, അത് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണോ, ബിസിനസ്സിൻ്റെ ഡിസിഷനെ വളരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണോ, അതുപോലെ തന്നെ അതിൻ്റെ നേച്ചർ എന്താണ്, ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ട്രാൻസാക്ഷൻ മെറ്റീരിയൽ ആണോ ഇമ്മെറ്റീരിയൽ ആണോ എന്ന് തീരുമാനിക്കുന്നത്. സോ അത് മെറ്റീരിയൽ ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ബിസിനസ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. Any fact should be considered as a material if it is reasonably believed that its knowledge would influence the decision of informed user. യൂസേഴ്സിൻ്റെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒന്നാണ് എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് മെറ്റീരിയാലിറ്റി ഫാക്ടർ പറയുന്നത്. സോ വെൻ ആൻ എമൗണ്ട് ഇൻവോൾവ് ഇസ് വെരി സ്മോൾ, സോ നമ്മളൊരു ട്രാൻസാക്ഷനായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഇൻവോൾവ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. Strict compliance to accounting principles is not required, like stock of erasers, pencils are not shown as asset. So അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന എമൗണ്ട് വളരെ ചെറുതാണ്. ആൻഡ് അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഇതിന് എന്ത് ചെയ്യേണ്ടെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം എന്നുള്ളൊരു ഫോക്കസ് ഒന്നും അതിൽ കൊടുക്കേണ്ട കാര്യം ഇല്ല. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത്ര മെറ്റീരിയൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതായത് ഇപ്പോൾ ബിസിനസ്സിലുള്ള പെൻസിലുകളോ അല്ലെങ്കിൽ ഇറേസേഴ്സിൻ്റെ ഒന്നും സ്റ്റോക്ക് എടുക്കാനോ അതിന് ഇത്ര വാല്യൂ ഉണ്ടെന്നോ പറഞ്ഞ് നമ്മൾ അസറ്റായിട്ട് എഴുതി കാണിക്കാൻ പോകുന്നുണ്ടോ, ഇല്ല. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ ഹ്യൂജ് എമൗണ്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിനെയോ എൻഹാൻസ്മെൻറ്റിനെയോ ഒക്കെ അത് അഫക്റ്റ് ചെയ്യുന്നതാണ് എങ്കിൽ, അല്ലെങ്കിൽ ഡിസിഷന് വളരെയൊരു ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ മാത്രം നമ്മളതിനെ റെക്കോർഡ് ചെയ്താൽ മതി. ഇനി എങ്ങനെയുള്ളത് റെക്കോർഡ് ചെയ്യാം നോക്കിക്കുക. അതിനൊരു എക്സാമ്പിളാണ് ഈ തന്നിരിക്കുന്നത്. മണി സ്പെൻഡ് ഓൺ ക്രിയേഷൻ ഓഫ് അഡീഷണൽ കപ്പാസിറ്റി ഓഫ് എ തിയേറ്റർ വുഡ് ബി മെറ്റീരിയൽ ഫാക്ട് ആസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഇൻക്രീസ് ദ ഫ്യൂച്ചർ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. സോ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ അവർ നേരത്തെ ഒരു 100 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഒരു 50 സീറ്റും കൂടെ കൂട്ടി. ഓക്കെ, അപ്പം ഇത് തീർച്ചയായിട്ടും ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത് ഒരു ഹ്യൂജ് കോസ്റ്റ് ആണ്. ആൻഡ് ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് തീർച്ചയായിട്ടും ആ ബിസിനസ്സിന് കിട്ടും. ആ തിയേറ്ററിന് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ ബെനിഫിറ്റ് അവർക്ക് കിട്ടും. സോ ഈ ഒരു ഡിസിഷൻ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഈ പുതിയതായിട്ട് സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത തുക, ആ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മെറ്റീരിയലാണ്. അത് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, സോ അതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ മെറ്റീരിയൽ ആണോ ഇമ്മെറ്റീരിയൽ ആണോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് ആണ്. സോ ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് പറയുന്നത്, ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ, നെയിം പോലെ തന്നെ ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്യണം. ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്യണം. ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതിനെ ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് പറയുക. All material and relevant facts concerning financial performance of an enterprise must be fully and completely disclosed in the ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസുമായിട്ട്
ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ ബിസിനസ്സിൽ നടന്ന മേജർ ട്രാൻസാക്ഷൻസ്, വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ഒന്നും ഒളിച്ചു വയ്ക്കാനായിട്ട് പാടില്ല. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, സോ വൈ, എന്തിനു വേണ്ടിയിട്ട്? ദിസ് ഇസ് ടു എനേബിൾ ദ യൂസർ ടു മേക്ക് കറക്റ്റ് അസസ്മെന്റ് അബൌട്ട് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ദ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് ദ എന്റർപ്രൈസ് ആൻഡ് ഹെൽപ്പ് ദം ടു മേക്ക് ബെറ്റർ ഡിസിഷൻ. സോ ഒരു സ്റ്റേക്ക് ഹോൾഡറിനെ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഡിസിഷൻസ് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. സോ അവർക്കത് അത് വെച്ച് എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് അവർക്ക് എന്ത് ചെയ്യാം? ബിസിനസ്സിന് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അസറ്റ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച്, ആ ബിസിനസ്സിൻ്റെ ഒരു ഓവറോൾ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ സ്ട്രെങ്തനെസ്സിനെ കുറിച്ചിട്ട് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിന് അറിയാനായിട്ട് സാധിക്കും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഡിസ്ക്ലോസ് ചെയ്യണം. നേച്ചർ ഓഫ് എ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ. സോ എന്തെങ്കിലുമൊക്കെ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ ആണ്, പക്ഷേ അത് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കേണ്ട കാര്യങ്ങളാണ് എങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ഡിസ്ക്ലോസ് ചെയ്യണം. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ കേസ് ഓഫ് കണ്ടീജന്റ് ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. ഇതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ കാണിക്കണം എന്ന് പറയുന്നത് ഏതൊരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്? ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ എന്താണ് ഈ കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാവുന്ന എന്തോ ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഇവന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് ഫ്യൂച്ചറിൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. സോ അങ്ങനെയുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലയബിലിറ്റിയാണ് നമ്മൾ contingent liability എന്ന് പറയുന്നത്. Okay, so contingent liabilities are liabilities that may be incurred by an entity depending on the outcome of uncertain future event. ഫ്യൂച്ചറിൽ സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുള്ള ഒരു ഇവന്റിനെ ബേസ് ചെയ്തുള്ള ലയബിലിറ്റി ആണ്. സോ അങ്ങനെയുള്ള കാര്യവും നമ്മൾ തീർച്ചയായിട്ടും ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് പറയുന്നത്. ഇപ്പം എന്തെങ്കിലും ഫ്ലഡ് വഴി എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ ഫ്യൂച്ചറിൽ ഉണ്ടാകാം, വി ആർ നോട്ട് ഷുവർ അല്ലേ. സോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് പറയുന്നത്. സോ ഇതാണ് മേജർ അക്കൗണ്ടിങ് കൺവെൻഷൻ. ഓക്കെ, ഇതൊരു വളരെ ചെറിയൊരു ടോപ്പിക് ആയിരുന്നു. സോ അക്കൗണ്ടിങ് കൺവെൻഷനിൽ നമുക്ക് മെയിൻലി 4 കൺവെൻഷൻസ് ആണുള്ളത്. ആൻഡ് ഓരോ കൺസെപ്ഷനും എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിളും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ ഏരിയയിൽ നിന്ന് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. 2021 നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കണ്ടിജന്റ് ലയബിലിറ്റി ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ബേസ്ഡ് ഓൺ ദ കൺവെൻഷൻ ഓഫ്. ഏത് കൺവെൻഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടിജന്റ് ലയബിലിറ്റി ബാലൻസ് ഷീറ്റിൽ കാണിക്കണം എന്ന് പറഞ്ഞത്? ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ, വിച്ച് ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസി, മെറ്റീരിയാലിറ്റി, ഫുൾ ഡിസ്ക്ലോഷർ, കൺസർവേറ്റിസം. ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ആണ്. ഓക്കെ, and now 2019 ജൂലൈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ ലോസസ് ഈസ് ബേസ്ഡ് ഓൺ. എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട, പക്ഷെ നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ലോസസ് ഉണ്ടാവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ വി ഷുഡ് ആൻറ്റിസിപ്പേറ്റ് ഫോർ ഇറ്റ്, വി ഷുഡ് പ്രൊവൈഡ് ഫോർ ഇറ്റ്. സോ അതേത് കോൺസെപ്റ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? മെറ്റീരിയാലിറ്റി, മാച്ചിങ്, കൺസർവേറ്റിസം, ഡിസ്ക്ലോഷർ. കൺസർവേറ്റിസം, സേഫ്റ്റി അല്ലേ, നമ്മൾ പറഞ്ഞു പ്രൊവിഷൻസുകൾ അല്ലേ. യാ, ദാറ്റ് ഈസ് കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഓക്കെ, 2019 ഫെബ്രുവരിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, അഗെയിൻ മേക്കിംഗ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ കൺവെൻഷൻ ഓഫ്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ബാഡ് ഡെറ്റിന് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഏത് കോൺസെപ്റ്റാണ്? നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേറ്റിസം കോൺസെപ്റ്റ് അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ, പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെൻട്രിയുടെ വാല്യുവേഷൻ, കോസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ലോവർ അല്ലേ, കുറഞ്ഞ വിലയിലായിരിക്കും റെക്കോർഡ് ചെയ്യുക. അതെല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? കൺസർവേറ്റിസം കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. സോ കൺസർവേറ്റിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2018 ജൂലൈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, the convention of conservatism, again from the area conservatism, takes into account all prospective profits but leaves all prospective losses. ശ്രദ്ധിച്ചു വായിക്കാം. കൺസർവേറ്റിസം കൺവെൻഷൻ എന്ത് പറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓൾ പ്രോസ്പെക്റ്റീവ് പ്രോഫിറ്റ്, ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഓൾ പ്രോസ്പെക്റ്റീവ് പ്രോഫിറ്റ്. ഉണ്ടാവാൻ പോകുന്ന പ്രോഫിറ്റുകളെയെല്ലാം, ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന പ്രോഫിറ്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ബട്ട് ലീവ്സ് ഓൾ പ്രോസ്പെക്റ്റീവ് ലോസസ്, ഫ്യൂച്ചറിൽ ഉണ്ടാവാവുന്ന ലോസസുകളെല്ലാം അവോയ്ഡ് ചെയ്യണം. അങ്ങനെയാണോ കൺസർവേറ്റിസം കൺസെപ്റ്റ് പറഞ്ഞത്? നോ. ഫ്യൂച്ചറിൽ ഉണ്ടാകാവുന്ന
പ്രോഫിറ്റ് അതിപ്പോൾ 99% നിങ്ങൾക്ക് ഉറപ്പാണ് എങ്കിൽ പോലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ട. പക്ഷേ ഒരു ലോസിൻ്റെ ചാൻസ് വളരെ റിമോട്ട് ആണെങ്കിൽ പോലും അത് നമ്മൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഏത് കോൺസെപ്റ്റ് പറയുന്നത്, കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറയുന്നത്. സോ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നോ, ഇറ്റ് ഈസ് റോങ്. The convention of disclosure implies that all material information should be disclosed in the accounts. So disclosure concept പറയുന്നത് എന്താണ്, ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. സോ യെസ്, second statement is correct. So first is wrong, second is true. First is false and second is true. The correct answer for this question is option C. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. സോ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അത് വളരെ ഒരു ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ, സോ ഇത് ബേസിക്സ് ഓഫ് അക്കൗണ്ടിൽ വരുന്ന ഒരു ഏരിയ ആണ്. സോ ഈ ഒരു ഏരിയ നിങ്ങളൊരു ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾസോട് കൂടി തന്നെ ഈ ഏരിയ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഏരിയയെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.